ഇപ്പോൾ ഈ ഹർജി പിൻവലിക്കുന്നത് ഒഴികെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നിരർത്ഥകമായ വാദങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. കേരളം മുന്നോട്ട് വച്ചതിനൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ മറുപടി പറയുന്നു. ആ മറുപടി കേട്ട് നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞൊരു എം പി ഉണ്ടെന്നേ ഇവിടെ, എൻ കെ പ്രേമചന്ദ്രൻ, കൊല്ലത്തിന്റെ എം പിയാണ്. അപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തലിന്റെ കൂടി സമയമാണ് കേരള പൊതുസമൂഹത്തിന്റെ മുൻപിൽ. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പറയുന്ന UDFന്റെ എം പിമാർ നമ്മളോട് എന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റ അടികൂടിയാണ്. അതോടൊപ്പം അതിനോട് ചേർന്ന് നിന്ന മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഇന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജിൽബി ഒരിക്കൽ കൂടി നമ്മളോട് ചേരുകയാണ്. ജിൽബി, ഇപ്പോൾ പറയുന്നു, സുപ്രീം കോടതി പറയുന്നു, ഈ ഹർജി പിൻവലിക്കണം എന്ന വിഷയം അതങ്ങ് മാറ്റിവെച്ചേക്ക്, ആ പണി വേണ്ട എന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് പറയുന്നു. എന്നിട്ട് ബാക്കിയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യണം എന്ന് വീണ്ടും പറയുകയാണ് കോടതി. തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ